ജനിച്ച മണ്ണിൽ മരിക്കണം എന്ന ആലപ്പാട്ടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയുണ്ടെന്ന് ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. ആലപ്പാട്ടെ കരിമണൽ ഖനനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് VS ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർ പഠനവും നിഗമനങ്ങളും വരുന്നവരെയെങ്കിലും ആലപ്പാട്ടെ കരിമണൽ ഖനനം നിർത്തിവെക്കണം. ഖനനത്തിലൂടെ ആലപ്പാടിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടും മാത്രം പരിശോധിച്ചാൽ മതിയെന്നും VS പ്രസ്താവനയിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് VS രംഗത്തെത്തിയിരിക്കുന്നത്. ധാതു സമ്പത്ത് വെറുതെ കളയരുതെന്ന ലാഭചിന്തയിലൂടെയല്ല അപകടകരമായ ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടതെന്ന് വ്യവസായ മന്ത്രിയുടെ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സ്ഥിതിയിൽ ഖനനം മുന്നോട്ട് പോയാൽ കടലും കായലും ചേർന്ന് അപ്പർ കുട്ടനാട് വരെയുള്ള കാർഷിക ജനവാസ മേഖല പോലും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാകും. VS അച്യുതാനന്ദന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തുടർ പഠനവും നിഗമനങ്ങളും വരുന്നതുവരെയെങ്കിലും ആലപ്പാട്ടെ കരിമണൽ ഖനനം അവസാനിപ്പിക്കുന്നതാവും ഉചിതം. ഖനനം മൂലം ആലപ്പാടിന് സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ പഠനവും തന്നെ ധാരാളമാണ്. ധാതു സമ്പത്ത് വെറുതെ കളയരുത് എന്ന ലാഭചിന്തയിലൂടെയല്ല അപകടകരമായ ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടത്. ഇന്നത്തെ നിലയിൽ ഇനിയും മുന്നോട്ടു പോയാൽ അത് ആലപ്പാടിനെ മാത്രമല്ല ബാധിക്കുക, കടലും കായലും ഒന്നായി അപ്പർ കുട്ടനാട് വരെയുള്ള കാർഷിക ജനവാസ മേഖല പോലും ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വർഷം മുൻപ് വന്ന നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ജനിച്ച മണ്ണിൽ മരിക്കണം എന്ന ആലപ്പാട്ടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയുണ്ട്. അതേസമയം VS അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത്തരം വിവാദങ്ങളിൽ ആ നല്ല മനുഷ്യനെ വലിച്ചിഴക്കരുതെന്നും വ്യവസായ മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. വെറുതെ വേണ്ടാത്ത സ്ഥലത്ത് VSനെ ദുരുപയോഗം ചെയ്യരുത്, ആ നല്ല മനുഷ്യൻ ജീവിച്ചോട്ടെ, ബുദ്ധിമുട്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ VSന്റെ പ്രസ്താവന മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറയില്ലെന്നും അങ്ങനെ വാർത്തയുണ്ടാക്കണമെങ്കിൽ ആയിക്കോളൂ എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആലപ്പാട്ടെ സമരക്കാർക്ക് ചർച്ചയുടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമരക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിമണൽ ഖനന വിഷയവുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതിയുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു VS പ്രസ്താവനയുമായി രംഗത്തു വന്നത്. സീ വാഷിംഗ് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഖനനം പൂർണ്ണമായും നിർത്തണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. നേരത്തെ ഖനന ആഘാതം ആലപ്പാട് പ്രദേശത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തീരം ഇടിയാനുള്ള പ്രധാന കാരണം സീ വാഷിംഗ് ആണെന്ന് സമരക്കാർ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. അതേസമയം ആലപ്പാട് കരിമണൽ ഖനനത്തിൽ ജില്ലാ കളക്ടറോട് ദേശീയ ഹരിത ട്രിബ്യൂണൽ റിപ്പോർട്ട് തേടി. മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്താണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ. ആലപ്പാട് നടക്കുന്ന ഖനനത്തിന്റെ വിശദ വിവരങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഉൾപ്പെടുത്തിയാകണം റിപ്പോർട്ട് നൽകേണ്ടതെന്ന് ജില്ലാ കളക്ടറോട് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു.